എനിക്കിതിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ എല്ലാ സർവേ നടത്തിയത്, ഞാൻ കണ്ടു, അത്രേ ഉള്ളൂ. അന്ന് കമന്റുകൾ യുഡിഎഫ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നത് മനഃപൂർവ്വം ഉണ്ടാക്കിയ സർവേ ആണോ സംശയം ഉണ്ടെന്നാണ്. അങ്ങനെ ഒരു സംശയം അതവരെ ഉണ്ടാക്കിയവരോട് ചോദിക്കൂ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ? ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണോ? ഞാൻ പാർലമെന്റിലല്ലേ, അവിടെ മുഖ്യമന്ത്രി. വ്യക്തിപരമായ സർവേനെ എങ്ങനെയാ താങ്കൾ കാണുന്നത്? ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താങ്കൾ എഴുതിയൊരു ലേഖനം അത് വലിയ രീതിയിൽ ഗാന്ധി കുടുംബത്തെ അപകീർത്തിപ്പെടുന്ന തരത്തിലാണെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിരുന്നു. ഒരു കുടുംബത്തിനെ ചില കാര്യങ്ങൾ സംഭവിച്ചതിനെ കുറിച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് ഞാൻ മുമ്പ് എഴുതിയതുമാണ്. എൻ്റെ 97ാമത്തെ പുസ്തകം ഇന്ത്യ അർദ്ധരാത്രി മുതൽ അരനൂറ്റാണ്ടിൽ എഴുതിയ കാര്യങ്ങളെന്നെ ഞാൻ വീണ്ടും ഈ തവണ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നെ വായിക്കാത്തവരാണ് പിന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗാന്ധി കുടുംബത്തിൻ്റെ ഇതിലൊരു വാക്കും പറഞ്ഞിട്ട് ചില വ്യക്തികളും ചില അവിടെ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. ഇതിലൊരു പുതിയ വരിയുമില്ല.